ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിശേഷവും പ്രേമവും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇനി പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ ലാസ്റ്റ് സീനായിട്ട് നമ്മൾ കണ്ടത് വേറെ ഒന്നുമല്ല, സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനും ആരാണ് നമ്മുടെ സച്ചിയുടെ കാറില് കഞ്ചാവ് വെച്ചത് എന്ന് തിരിച്ചറിയാൻ പോവുകയാണ്. അപ്പൊ ആ കഞ്ചാവ് വെച്ച് ആ രണ്ടു പേരെ സച്ചിയുടെ കൂട്ടുകാരൻ സച്ചിക്ക് കാണിച്ചു കൊടുത്തു. ഏതായാലും സച്ചി ഇത് കണ്ടതും വെറുതെ ഇരിക്കുവോ? സച്ചി ഓടിയില്ലേ അവന്മാരെ പിടിക്കാൻ. അപ്പൊ അവന്മാര് സച്ചിനെ കണ്ടു. അവന്മാര് സച്ചിനെ കണ്ടപ്പോൾ മനസ്സിലായി ഇത് സച്ചിയാണ്, ഇവിടെ നിന്നാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലായി. അവന്മാരും വിട്ടടിച്ച് ഓടാൻ തുടങ്ങി. അവിടെ ഒരു സ്കൂട്ടി ഉണ്ടായിരുന്നു. ആ സ്കൂട്ടി എടുത്തുകൊണ്ട് ഓടാനുള്ള ഒരു സമയം അവന്മാർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവന്മാര് വന്ന സ്കൂട്ടിയിലല്ലാതെ അവന്മാര് പെട്ടെന്ന് ഓടുകയാണ് ചെയ്തത്. ഇതിന്റെ പുറകെ നമ്മുടെ സച്ചി ഓടുന്നു, അതിന്റെ പുറകെ സച്ചിയുടെ കൂട്ടുകാരൻ ഓടുന്നു. ഓടി ഓടി സച്ചി ഏതായാലും പിടിച്ച അവന്മാരെ പിടിച്ചിട്ട് കൈ കിട്ടിയതും രണ്ടെണ്ണം അങ്ങോട്ട് കൊടുത്തു മൂക്കാൻ മണ്ടക്കിട്ട്. എന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളല്ലേ അന്ന് കഞ്ചാവ് കൊണ്ടുവച്ചത്? എടാ എന്തിനാടാ ആ ചതി ചെയ്തത്? ആര് പറഞ്ഞിട്ടാണ് അത് ചെയ്തത്? നിങ്ങൾ എന്തിനാ ചെയ്തതെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ആരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടോ? അല്ലെങ്കിൽ എന്നോടുമായിട്ട് നിങ്ങൾക്ക് എന്ത് വൈരാഗ്യമാണോ ഉള്ളത് എന്നൊക്കെ ചോദിച്ച് സച്ചി അങ്ങോട്ട് തുരുതുര ഇടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവന്മാര് പറഞ്ഞു, അയ്യോ പ്ലീസ് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല സച്ചി, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. അപ്പൊ സച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ സച്ചിയുടെ പേരൊക്കെ അറിയാലോ. അപ്പൊ നമ്മുടെ സച്ചിക്ക് മനസ്സിലായി ഇവന്മാരുടെ പിന്നിൽ വേറെ ആരോ ഉണ്ടെന്ന് മനസ്സിലായി. സച്ചി ഇവന്മാരെ വിട്ടില്ല. ഇവന്മാരെ കൂനിച്ച് നിർത്തി വീണ്ടും 3-4 ഇടി പുറത്തിനിട്ടൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ഇവന്മാരൊക്കെ പരുവം കിട്ടുക കേട്ടോ. സച്ചിയുടെ ഇടി അറിയാലോ, സച്ചി കുറച്ച് ആരോഗ്യമുള്ള മനുഷ്യനും അങ്ങനെ എന്താ പറയുക, ഒരു 10 പേര് വന്നാലും ഇടിച്ച് ഇടാനുള്ള ഒരു ശക്തിയൊക്കെ ഉണ്ട് സച്ചിക്ക്. അങ്ങനെ സച്ചി ഇടിച്ച് അവന്മാരെ പരുവാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ നിർത്ത്, ഇനി ഞങ്ങൾ ഇടിക്കരുത്, ഇനി ഞങ്ങൾ ഇടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചത്തുപോകും, സത്യം പറയാം ഇതിന്റെ പിന്നില് വേറെ ആരുമല്ല ഗജാനന്ദനാന്ന്. ഇത് കേട്ടതും സച്ചി ഞെട്ടിപ്പോയിട്ടോ. ഗജാനന്ദനോ? അതെ, അത് നിങ്ങൾ അന്ന് എല്ലാവരുടെയും മുമ്പിലിട്ട് ഗജാനന്ദനെ തല്ലിയില്ലേ, അന്ന് മുതൽ നിങ്ങളോട് വൈരാഗ്യം തുടങ്ങിയതാ ഞങ്ങളുടെ ആശാനാണെങ്കിൽ ആരോടും പലിശയൊന്നും ചോദിച്ചിട്ട് ആരും പലിശയൊന്നും കൊടുക്കുന്നില്ല. ഇപ്പൊ പഴയ പോലെ പേടിയൊന്നുമില്ല. അതുകൊണ്ട് ആ വാശിയും വൈരാഗ്യവും മനസ്സിൽ കിടന്നിട്ട് അന്ന് ആശാൻ പറഞ്ഞിട്ടാ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. പ്ലീസ് ഞങ്ങളെ വെറുതെ വിടണം, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങള് ദിവസക്കൂലി മേടിച്ച അവരുടെ കൂടെ നിന്ന് പണി ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എടാ നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലടാ, ഗുണ്ടകളായിട്ട് അവന്റെ പുറകെ തൂങ്ങി നടക്കാന്. അവനാണെങ്കിൽ നെറുകേട് മാത്രമേ കാണിക്കത്തുള്ളൂ. ഇനി അവന്റെ പുറകെ അങ്ങനെ നിങ്ങൾ രണ്ടിനെയും കണ്ടാലുണ്ടല്ലോ ഞാൻ ചുട്ടുകൊല്ലു, മര്യാദയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. ഏതായാലും ഇവന്മാരെ അങ്ങ് വെറുതെ വിട്ടു കേട്ടോ. കാരണം ഇവന്മാരെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നറിയാം. സച്ചി ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ കൂട്ടുകാരനോട് പറഞ്ഞു, ഞാൻ വെറുതെ വിടില്ല അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞപ്പോ കൂട്ടുകാരൻ പറഞ്ഞു, സച്ചി വെറുതെ നീ ഇനി പ്രശ്നത്തിന് പോകണ്ട, നിന്റെ വണ്ടി ഒന്നത് ഇറക്കാറാകുന്നതേ ഉള്ളൂ, അത് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നീ അടുത്ത പ്രശ്നം ഉണ്ടാക്കി വെക്കരുത്. നീ ഇപ്പം അതൊന്നും അല്ല ചെയ്യേണ്ടത്, നിന്റെ തലയിലൊക്കെ മുറിവൊക്കെ ഉണ്ട്, ഏതായാലും നീ അതൊന്ന് കൊണ്ടുപോയി ക്ലീൻ ചെയ്യാൻ നോക്ക്, അതൊന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിക്കാൻ നോക്ക് എന്നിങ്ങനെ പറയുക കേട്ടോ. ഏതായാലും ഇത് കേട്ടപ്പോഴേ നമ്മുടെ സച്ചിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവൊന്നും ഒരു വേദനയല്ല. കാരണം തന്റെ വണ്ടി താൻ അത്രയ്ക്ക് സ്നേഹിച്ചതാണ്. അതുപോലെ ഒരു വരുമാന മാർഗം അത് മാത്രമേ ഉള്ളൂ സച്ചിക്ക്. അപ്പൊ അത്രയ്ക്ക് അനുഭവിച്ചു താൻ അന്ന് പോലീസ് സ്റ്റേഷനിൽ കിടന്ന് നാണം കെട്ടു. അതിന്റെ പേരിൽ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ സച്ചി വെറുതെ ഇരിക്കുവോ? ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രനെയും ഭാമേനെയും. അങ്ങനെ ചന്ദ്രയും ഭാമയും വീട്ടിൽ ചെന്ന് കയറിയിട്ടോ. അങ്ങനെ വീട്ടിൽ ചെന്ന് കയറിയിട്ട് ചന്ദ്രയും ഭാമയും ഇങ്ങനെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ചന്ദ്രയ്ക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലെന്ന് പറയാം. പലിശ കൊടുക്കണം. അതിനു മുമ്പായിട്ട് തന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാതെ ഇനിയിപ്പൊ പലിശ അയാൾ മേടിക്കൂല. ഇനിയിപ്പൊ മേടിച്ചാൽ മട്ടും ആ പലിശ കൊടുക്കാൻ പൈസയുണ്ടോ? അതുമില്ല. അങ്ങനെ വിറച്ചിരിക്കുകയാണ്. അപ്പൊ ഭാമ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. അങ്ങനെ ചന്ദ്ര പറഞ്ഞു, എടി ഭാമേ, നീ എന്നെ വിറയ്ക്കുന്നുണ്ടോന്നൊന്ന് നോക്കിയേ, പനിക്കുന്നുണ്ടോന്നൊന്ന് നോക്കിയേ, അല്ല എന്റെ ശരീരത്തിന് ചൂടുണ്ടോന്നൊന്ന് നോക്കിയാന്ന് പറഞ്ഞു. നിനക്ക് പനിക്കാലോ, നിനക്ക് എന്തിനാ പനിക്കുന്നത്, നീ ഒന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചന്ദ്രനെ ഇങ്ങനെ ഭാമ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ നിന്റെ ദേഹത്ത് ഇപ്പം ചൂടല്ല, നിന്റെ ദേഹത്ത് നല്ല തണുപ്പ്. ഞാൻ തണുത്തു മരച്ചിരിക്കുകയാണല്ലോ ഒരു വിധത്തില്. ഇനി എന്താടി ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഇതങ്ങാണോ എന്റെ കെട്ടിയവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. ഇനിയിപ്പം ആ സച്ചി ഇതുവല്ലോ അറിഞ്ഞു കാണുമോ? അവൻ അറിഞ്ഞിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അവൻ ഇത് അറിഞ്ഞു കാണും. അതുകൊണ്ട് അയാളുമായിട്ട് സംസാരിച്ചത്. അയാൾക്ക് മിക്കവാറും അറിയായിരിക്കും എന്റെ മകനാ സച്ചിന്ന്. ഇനി അവൻ ഈ വീട് വന്ന് തിരിച്ചു വെക്കൂല്ലോ, അല്ലെങ്കിൽ അവൻ ഈ വീട് തീയിടും. ഞാൻ ആ തീയിൽ കിടന്ന് ചാകുന്നത് തന്നെയായിരിക്കും നല്ലത്. ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവും ഇല്ലടി, ഇനിയിപ്പൊ എന്ത് ചെയ്യൂടി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കരയാനും കൊണ്ട് തുടങ്ങി. ഏതായാലും ഭാമ പറഞ്ഞു, നീ സമാധാനപ്പെട്,
ഇനിയിപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, രേവതി ഉണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്ത്. അപ്പൊ അവിടെ നടന്നത് എന്താണ്, പറഞ്ഞത് എന്താണെന്നൊക്കെ രേവതിക്ക് അറിയായിരിക്കുമല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, രേവതിയോട് ചോദിക്കാം, അതുപോലെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ശരിയാ ശരിയാ, ഞാൻ ഏതായാലും ചെന്ന് അവളോട് ചോദിക്കുന്നില്ല. ഞാൻ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവള് സത്യം ഒന്നും പറയാനും പോകുന്നില്ല. നീ ഒരു കാര്യം ചെയ്യാം, പതുക്കെ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രനെ അവിടെ ഇരുത്തിയിട്ട് ഭാമ പതുക്കെ അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ ചെന്നപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുക്കള പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഭാമ ചോദിച്ചു, അല്ല രേവതി, പണിയൊന്നും കഴിഞ്ഞില്ലെന്ന് ചോദിച്ചപ്പം അത് പിന്നെ കുറച്ചും കൂടെ പണി ബാലൻസ് ഉണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുക. അമ്പലത്തിൽ പോയിട്ട് പണിയൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞപ്പം, അതെന്താ സച്ചിയുടെ കൂടെ അമ്പലത്തിൽ പോയത്? രാവിലെ ഇവിടെ നിന്ന് ചന്ദ്രയും സുധിയും ശ്രുതിയും ഒക്കെ വരുന്നുണ്ടായിരുന്നെങ്കിൽ അവരുടെ കൂടെ പോയാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ നീ എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചപ്പം, ഹേയ്, ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒന്നും ഇരുന്നതല്ല, അദ്ദേഹം വന്ന് പെട്ടെന്ന് വിളിച്ചപ്പോഴത്തേക്കാണ് ഞാൻ പോയത്. അദ്ദേഹം എന്തിനാ പെട്ടെന്ന് വിളിച്ചത്? സച്ചി എന്തിനാ നിന്നെ വന്ന് പെട്ടെന്ന് വിളിച്ചത്? അല്ല, സച്ചി അവിടെ ആരോടോ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ അതെ, ഒരു ഫൈനാൻസറാ, അയാളോട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. എന്താ സംസാരിച്ചത്? അതെ, അവര് പരിചയക്കാരായോണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സംസാരിച്ചതായിരുന്നു, വേറൊന്നും എനിക്ക് അറിയില്ല ഭാമയാൻറ്റി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, ആണല്ലേ, എങ്കിൽ ശരി, മോള് പണിതോ, ഞാനേ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഭാമ അവിടെ നിന്ന് മാറി അങ്ങോട്ട് പോയിട്ടോ. എങ്ങോട്ടേക്ക് പോയി? ചന്ദ്രയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര ചോദിച്ചു, എന്താടി പറഞ്ഞത്, എന്താന്ന് ചോദിച്ചു. ഹേയ്, പ്രശ്നമൊന്നും ഇല്ലടി, അവൻ എന്തോ പരിചയത്തിന്റെ പേരിൽ മിണ്ടിയതാണെന്നേ. അല്ല, എനിക്ക് തോന്നുന്നില്ല. രേവതി അങ്ങനെയാ പറഞ്ഞത്, പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ലെന്നാ പറഞ്ഞത്. ഏതായാലും നീ പേടിക്കൊന്നും വേണ്ട, അവൻ അറിഞ്ഞായിരുന്നെങ്കിൽ ഇപ്പൊ ഈ സ്പോട്ടിൽ ഇവിടെ എത്തിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയേനെ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ കയറി വരുന്നത്. രവീന്ദ്രൻ കയറി വന്നപ്പോഴത്തേക്കും കിടുകിടാ വിറച്ചു നിൽക്കുന്ന നമ്മുടെ ചന്ദ്രനെയാണ് കാണുന്നത്. അപ്പൊ ചന്ദ്രയോട് രവീന്ദ്രൻ വന്ന ഉടനെ രവീന്ദ്രൻ ചോദിച്ചു, എന്ത് പറ്റി ചന്ദ്രയെ നിനക്ക്? അല്ല, നിന്റെ മുഖത്ത് വല്ലാത്ത ഒരു പരിഭ്രമമാണല്ലോ, ഞാൻ അമ്പലത്തിൽ വെച്ച് നിന്നെ ശ്രദ്ധിച്ചായിരുന്നു, എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എനിക്ക് എന്ത് പറ്റാൻ, എനിക്കൊന്നും പറ്റിയിട്ടില്ല, പിന്നെ കല്യാണത്തിന് കുറച്ച് ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതല്ലേ ചന്ദ്രയെ ഞാൻ പറഞ്ഞത്, കല്യാണത്തിന് നീ എന്തിനു ക്ഷീണിക്കുന്നു? അല്ല, നീ അത് ഇത് ചെയ്യെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചെയ്തു തരാൻ രേവതി ഉണ്ടായിരുന്നല്ലോ. രേവതിക്കില്ലാത്ത ക്ഷീണമാണോ നിനക്കുള്ളത്? ഇത് കണ്ടിട്ടുണ്ട്, ഏതാണ്ട് വലിയ പണിയൊക്കെ നീ ചെയ്തു മടുത്ത മട്ടാണല്ലോ. നീ ഇവിടെ എന്തെങ്കിലും അതിന് ചെയ്തോന്ന് ചോദിച്ചപ്പോ, എന്റെ പൊന്ന് ചന്ദ്രേട്ട, എന്നെ ഒന്ന് വെറുതെ വിടുന്നുണ്ടോ? ഞാൻ ആകെ ക്ഷീണിച്ചു മടുത്തിരിക്കുക, ഇപ്പൊ നിങ്ങളെല്ലാം ബോധിപ്പിക്കണമെന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര തുടങ്ങിയപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞ, നീ എന്തെങ്കിലും കാണിക്ക. അല്ല ഭാമ ഇപ്പൊ പോകുന്നുണ്ടോ? ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പം, ഞാനിപ്പോ പോവാ രവിയേട്ടാ, എനിക്കിപ്പോ പോണം എന്നിങ്ങനെ ഭാമ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ റൂമിനകത്ത് കയറി പോവുകയും ചെയ്തു കേട്ടോ. ഇതേ സമയം ശ്രുതിനെയും കാണിക്കാണ്. അങ്ങനെ ശ്രുതി കട്ടിലയിലിരിക്കുന്നു. ശ്രുതി ആണെങ്കിൽ ഇങ്ങനെ കമ്മലൊക്കെ ഊരി വെക്കാണ്. അപ്പൊ കമ്മൽ ഊരി വെക്കുന്ന കണ്ടിട്ട് ചോദിച്ചു, ഇതെന്തിനാ കമ്മലൊക്കെ ഊരി വെക്കുന്നത് ശ്രുതി എന്നിങ്ങനെ ചോദിക്കുകയാണ് ശ്രുതി. അപ്പൊ ശ്രുതി പറഞ്ഞു, കമ്മൽ ഊരി വെക്കുന്ന വേറെ ഒന്നുമല്ല, ഈ കമ്മലിന് നല്ല വെയിറ്റ് ഉണ്ട്, അപ്പൊ ചെറിയ കമ്മൽ ഇടാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഊരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ കമ്മലൊക്കെ ഇട്ടു. ചെറിയ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ, എനിക്ക് ഒരു വലിയൊരു കാര്യം ഉണ്ട്, അതെനിക്ക് നിന്നോട് പറയണം, എനിക്ക് നിന്നോട് ചോദിക്കണം. നമ്മൾ രണ്ടും ഇനി ഒന്നല്ലേ, ഇനിയിപ്പം നിന്റെ മനസ്സിലും എൻ്റെ മനസ്സിലും ഒന്നും വെക്കാൻ പാടില്ല. നീ അമ്പലത്തിൽ പോയപ്പോ ഇന്ന് എന്താ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് എന്താണെന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. ഞാൻ ദൈവത്തിനോട് വേണ്ടി ദൈവത്തിനോടല്ലേ എനിക്കത് പറയാൻ പറ്റത്തുള്ളൂ. അതിനിപ്പം ശ്രുതിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കില്ല. അങ്ങനെയൊന്നുമില്ല, നമ്മൾ രണ്ടും ഒന്നല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല, എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ഇല്ല ഞാൻ പറയില്ലെന്ന് പറഞ്ഞപ്പം ശ്രുതിക്ക് വല്ലാത്ത പിണക്കമായിട്ട് ശ്രുതി മാറി അങ്ങോട്ട് കൊതി കുത്തി അങ്ങ് ഇരിക്കുകയാണ്, പിണങ്ങി അങ്ങ് ഇരിക്കുകയാണ്. അപ്പം ശ്രുതി ചെന്നിട്ട് പറഞ്ഞു, എന്തിനാ പിണങ്ങുന്നത്? ഞാനൊരു കാര്യം പറയാത്തതിന് ഇത്രയ്ക്ക് മാത്രം പിണങ്ങേണ്ട കാര്യമുണ്ടോ? അത് പിന്നെ വേറെ ഒന്നുമല്ല ശ്രുതി, നമ്മൾ രണ്ടും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. എൻ്റെ ഒരു കാര്യവും ഞാൻ നിന്നോട് മറച്ചു വെക്കുന്നില്ലല്ലോ, നീയും ഒരു കാര്യവും മറച്ചു വെക്കരുത്, അതെനിക്ക് സഹിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ഒന്ന് പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. കാരണം ഒത്തിരി വലിയൊരു കാര്യമാണ് മറച്ചു വെച്ചിരിക്കുന്നത്. ആ സത്യം അങ്ങനെ മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി ഇപ്പോഴേ ടെററാണ് എന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ് ശ്രുതി. അപ്പം ചോദിച്ചു, അല്ല നീ എന്താ ഈ ശ്രുതി നീ ചിന്തിച്ച് നിൽക്കുന്നത്? ചിന്തിച്ച് നിന്നത് വേറൊന്നുമല്ല, ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, അല്ല നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇല്ല, ഒന്നും പറയാനില്ല ശ്രുതി എന്നോട് പിണങ്ങാതെ. ഞാൻ എന്ത് പ്രാർത്ഥിക്കാനാ? നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റണമെന്നും ബ്യൂട്ടി പാർലറിൽ നല്ല വർക്ക് കിട്ടണമെന്നും അതുപോലെ തന്നെ ശ്രുതിക്ക് നല്ല ജോലി കിട്ടണം എന്നൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്നിങ്ങനെ പറഞ്ഞു. അതാണോ പ്രാർത്ഥിച്ചത്? എങ്കിൽ പിന്നെ
അതെ, നമ്മൾ രണ്ടുപേരും എന്നും മനസ്സിങ്ങനെ തുറക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യവും, ഒരു ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കണം. നമ്മൾ തമ്മിൽ അറിയാത്ത ഒരു കാര്യവും കാണരുത്. എൻ്റെ കാര്യങ്ങൾ എന്തും നീയും അറിയണം, നിന്റെ കാര്യങ്ങൾ എന്തും ഞാനും അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ റൊമാൻസ് രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ചന്ദ്രയ്ക്ക് വീണ്ടും ടെൻഷൻ. അങ്ങനെ ഭാമ പറഞ്ഞു, എടി നീ ചന്ദ്രൻ, നീ ടെൻഷൻ അടിക്കാതിരിക്കുക, നീ ഇപ്പം വേറെ ഒന്നുമല്ല നോക്കേണ്ടത്, നാളെ പലിശ കൊണ്ട് കൊടുക്കണ്ടേ, എവിടെ നിന്നെടുത്ത് കൊടുക്കും? അതും ഇപ്പം എന്ത് ചെയ്യും, പലിശയല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? അല്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് നേരെ ശ്രുതിയുടെ റൂമിലേക്ക് ചന്ദ്ര പോയി. പുറകെ ഭാമയും പോയിട്ട് ചെന്ന് വാതിൽ അങ്ങോട്ട് തുറന്നത്. ഇവർ രണ്ടുപേരും അകത്തുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു, അയ്യോ മോനെ, നീ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, ശ്രുതി തന്നെ ഉണ്ടെന്ന് ഓർത്താ ഞാൻ കയറിയതെന്ന് പറഞ്ഞു. അത് സാരയില്ല അമ്മ, അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ആന്റിക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാലോ, ആന്റി എന്നാണോ അമ്മയെന്നാണോ, എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാലോ, അതിന് അനുവാദം ഒന്നും ചോദിക്കണ്ട. സത്യം പറഞ്ഞാല് എനിക്ക് എത്ര നന്ദി പറഞ്ഞിട്ടും ആന്റിയോട് നന്ദി പറഞ്ഞിട്ടും അങ്ങ് തീരുന്നില്ലെന്ന് പറയുമ്പോൾ എന്തിനാ മോളെ എപ്പോഴും ഇങ്ങനെ നന്ദി പറയുന്നത്? അല്ല, എനിക്കിങ്ങനെ നല്ലൊരു ജീവിതം ഉണ്ടാക്കി തന്നത് ആന്റിയല്ലേ, അതുപോലെ തന്നെ ഈ വീട്ടുകാരെ എനിക്ക് സമ്മാനിച്ചത് ആന്റിയല്ലേ, ആരും ഇല്ലാത്ത എനിക്കിപ്പോൾ എല്ലാവരും ഇല്ലേ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പം അതൊന്നും സാരമില്ല. അതെ മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് പൈസ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ പലിശയ്ക്ക്, അതിൻ്റെ പലിശ അടയ്ക്കാറായി. അപ്പം അതെങ്ങനെയെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞപ്പം, അയ്യോ അമ്മേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, എൻ്റെ കയ്യിലൊരു 10,000 രൂപ ഇരിപ്പുണ്ട്, അത് ഞാൻ തരട്ടെ എന്ന് ചോദിച്ചപ്പം, അയ്യോ 10,000 കൊണ്ട് ഒന്നും ആവില്ല മോളെ, 1,00,000 രൂപ എന്ന് പറയുമ്പോൾ ശ്രുതി പറഞ്ഞു, അതിപ്പോൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ അമ്മേ? അമ്മ എന്താ ഈ പറയുന്നത്? ശ്രുതിക്ക് ടെൻഷനൊക്കെ അടിച്ച് നിൽക്കുന്ന സമയമാണ്, ഇപ്പം വെറുതെ എന്തിനു ഇതൊക്കെ സംസാരിക്കുന്ന പറയുമ്പം, അല്ല മോനെ, പൈസ കൊടുത്തില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ, ആരും അറിയാതെ നമ്മളിത് ചെയ്തു വെച്ചിരിക്കുന്നത്, ഇപ്പം ആകെ ഇടങ്ങേറായിട്ടിരിക്കും, എങ്ങനെയെങ്കിലും 1,00,000 രൂപ ഒപ്പിക്കണം, അല്ലെങ്കിൽ അമ്മ കുടുങ്ങും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ഏതായാലും അമ്മ സമാധാനപ്പെടാം, ഇപ്പൊ എൻ്റെ വേറെ പൈസ ആയിട്ടൊന്നും ഇരിപ്പില്ല, എൻ്റെ വള ഊരി തരാന്ന് പറഞ്ഞു. വള ഊരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, എന്താ നീ കാണിക്കുന്ന ശ്രുതി, വളയൊന്നും ഊരി കൊടുക്കണ്ട, അതിന്റെ കാര്യമൊന്നുമില്ല, അങ്ങനെ ഊരി കൊടുക്കാനും പാടില്ല, ഇപ്പൊ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് സമ്മതിക്കുന്നില്ല. മനസ്സിലിരിപ്പ് അറിയണേ, നമ്മുടെ ശ്രുതിയുടെ മനസ്സ് മാറി തുടങ്ങി. ഒന്ന് ഓർത്തു നോക്കണം, ശ്രുതിക്ക് വേണ്ടി കഷ്ടപ്പെടാൻ എന്തും ചെയ്യാൻ തയ്യാറായ നമ്മുടെ ചന്ദ്രനെയാണ് ശ്രുതി ഇനി കുരുക്കിലാക്കാൻ നോക്കുന്നത്. അങ്ങനെ ശ്രുതി പറഞ്ഞു, ഇല്ല ശ്രുതി, ഇത് കൊടുത്തേ പറ്റൂ, കാരണം അമ്മ നമുക്ക് വേണ്ടിയല്ലേ ചെയ്തതെന്ന് പറഞ്ഞാൽ വള ഊരാനൊക്കെ പരമാവധി ശ്രമിച്ച് ഇങ്ങനെ നോക്കിയിട്ട് വള ഊരാൻ പറ്റുന്നില്ല. പക്ഷെ വള ഒന്ന് ശ്രമിച്ചാൽ ഊരും. ശ്രുതി അത് പതുക്കെ അങ്ങോട്ട് തിരിച്ച് കയറ്റി വിടുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വലിക്കുമ്പോഴത്തേക്കും തിരിച്ച ശ്രുതി തന്നെ കയറ്റി വിടുന്നുണ്ട്. നമ്മുടെ ഭാമ ഇത് കാണുന്നുണ്ട്. ഭാമയ്ക്ക് മനസ്സിലായി ചന്ദ്രയ്ക്ക് കാര്യം പിടികിട്ടിയില്ല. ഏതായാലും ചന്ദ്ര 2-3 പ്രാവശ്യം ഇങ്ങനെ വള ഊരുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, മോളെ ഊരുന്നില്ലെങ്കിൽ വേണ്ട മോളെ, മോളുടെ കയ്യിൽ അത് കിടക്കട്ടെ, തൽക്കാലം ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. മോള് ടെൻഷനൊന്നും അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ഭാമ ചോദിച്ചു, നീ എന്ത് പരിപാടിയാടി കാണിച്ചത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, 1,00,000 രൂപയ്ക്ക് എവിടെ പോകും, എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ശരിയാവില്ല, ഇപ്പൊ ശ്രുതിയുടെ കയ്യിൽ നിന്ന് വളയൊക്കെ ഊരിയിട്ടെ, ഇനിയെങ്ങാനും അവളുടെ അച്ഛൻ വന്നിട്ട് അവളുടെ കയ്യിലും കഴുത്തിലൊക്കെ ഒന്നും ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ, എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇതേ സമയത്ത് നമ്മുടെ ചന്ദ്ര അടുക്കളയിലേക്ക് നേരെ ചെന്നു. ഇപ്പൊ ഇനി ഭാമ അങ്ങ് പോയി, 2 പേടിപ്പീര് നമ്മുടെ രേവതിനെ പേടിപ്പിച്ചില്ലെങ്കിൽ സമാധാനമില്ല. അങ്ങനെ അടുക്കളയിൽ ചെന്ന് നമ്മുടെ രേവതിനെ 2 പേടിപ്പീരൊക്കെ പേടിപ്പിക്കുകയാണ്. ഇതുവരെ എന്താ ഭക്ഷണം ഉണ്ടാക്കാത്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, അമ്മ അരി എടുത്താലല്ലേ എനിക്ക് ഭക്ഷണം ഇടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഏതാണെങ്കിലും പെട്ടെന്ന് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയേക്കണം, ഇനി ഒട്ടും താമസിക്കാൻ പാടില്ല, അറിയാലോ എന്റെ മോക്ക് പോകാനുള്ളതാ, അവക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം, അല്ലാതെ അവക്ക് പൂകെട്ടൊന്നും അല്ല പരിപാടി, അവക്ക് രാവിലെ എന്നും പോകേണ്ടതാ, അവൾക്ക് നല്ല ഹെൽത്തി ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടതാ, അതുകൊണ്ട് മര്യാദയ്ക്ക് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കിക്കോണം. അവള് പറഞ്ഞ എന്താ, ചിക്കൻ ഫ്രൈഡ് റൈസോ, എന്താണെന്ന് വെച്ചാൽ എല്ലാം തയ്യാറാക്കിക്കോണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അത് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നീ തയ്യാറാക്കി വെച്ചോ, പിന്നെ അരി ഇട്ടോ, അരി അമ്മ എടുത്ത് തരാതെ എങ്ങനെ ഇടുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സീനൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന ഗജാനന്ദനെയാണ്. അപ്പം ഗജാനന്ദൻ ഒരു പലിശ തരാനുള്ള ഒരുത്തനിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് ചെന്ന് വലിയ പ്രശ്നമായി തീരുകയുണ്ട്. അപ്പൊ സച്ചി ചെന്ന് നമ്മുടെ ഗജാനന്ദന്റെ കട്ടവും പടവും ഒക്കെ മടക്കി എടുക്കും. കാരണം ഗജാനന്ദനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് സച്ചി അറിഞ്ഞല്ലോ. അപ്പൊ അവിടെ ഒരു വലിയ പ്രശ്നം തന്നെ നമ്മുടെ സച്ചി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാണുക മറക്കാതെ. നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് വരാം. ഇത് കഴിയുമ്പോഴത്തേക്കും ഗൗതമിന്റെയും നന്ദിയുടെയും ഫുൾ പ്രമോ വിശേഷമായിട്ട് വരാട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.